മനുഷ്യ, നീ ചളിയാകുന്നു, ചളിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കുറച്ച് ലൈക്കുകൾ മാത്രമുള്ള സമയത്ത് ഐസിയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അതിന്ന് 5 ലക്ഷം പിന്തുടർച്ചക്കാരെ നേടിയിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഒരല്പം ഡാൻസ് പഠിച്ചവൻ ക്ലാസിക്കൽ ഡാൻസർ എന്നും ഒരല്പം പാട്ട് പഠിച്ചവൻ ശാസ്ത്രീയ സംഗീതജ്ഞൻ എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കുന്ന, അല്ലെ അവരെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് 1 കോടിയിലധികം ആളുകളുടെ കയ്യിലെത്തുന്ന രീതിയിൽ 2 വാക്കുകൾ കൊണ്ടോ ഒരു സ്റ്റിൽ ഫോട്ടോ കൊണ്ടോ എല്ലാം നമ്മൾ ഒരുപാട് ആഴത്തിൽ മൂർച്ചയേറിയ ചിന്തകൾ കൊണ്ട് ചിരിപ്പിക്കുന്ന ഹാസ്യ കലാകാരന്മാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ചളിയൻ എന്നാണ്. ഇതല്ലേ വിനയം? ഈ വിനയം തന്നെയല്ലേ അവരുടെ വിജയം? ഞാൻ ICU വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും പല കറൻറ്റ് അഫയേഴ്സും കറൻറ്റ് ന്യൂസുകളും ഞാൻ ഈ ട്രോളുകൾ വഴിയാണ് അറിയാറുള്ളത്. പിന്നെ ICU ആയിട്ട് വളരെ പേഴ്സണലായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരുപാട് തവണ ഇരയായിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് എൻ്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിട്ടുള്ളത് ICU ആയിരിക്കും. അത് ഞാൻ എപ്പോഴും എൻ്റേതായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള സ്പിരിറ്റിലേ എടുക്കാറുള്ളൂ. കാരണം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ട്രോൾ ചെയ്യുമ്പോൾ ഞാനൊരിക്കലും ഒഫൻഡഡ് ആവാറില്ല. അതുപോലെ തന്നെയാണ് ICU ട്രോൾ ചെയ്യുമ്പോഴും. പിന്നെ എനിക്ക് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ താടി ഇത്രയും പോപ്പുലർ ആയത് ICU ട്രോളുകളിലൂടെ ആയിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ടെലിവിഷൻ അധികം കാണാത്ത വ്യക്തികൾക്ക് GP എന്ന വ്യക്തി കൂടുതൽ അറിയാൻ ഇടയായത് ICU ചെയ്ത ട്രോളുകളിലൂടെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും എന്നും ഈ മിമിക്രി പോലെയുള്ള അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങളും എപ്പോഴും പെർഫോമേഴ്സിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കുക ചെയ്യാം. നമ്മൾ സൂപ്പർ സ്റ്റാറുകളുടെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവരെ കൂടുതൽ അടുപ്പിക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ അതേപോലെ ചെറിയ രീതിയിൽ എനിക്കും ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ICUവിൻ്റെ ട്രോളുകളിലൂടെ. ഇനിയും അതിനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവട്ടെ, പുതിയ പുതിയ തലങ്ങളിലേക്ക് അത് പോകട്ടെ. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞങ്ങൾ ആക്ടേഴ്സൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും പലരും പറയുന്നതാണ്, എടാ നാളെ ട്രോൾ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്രയധികം നാളെ ICUവിൽ വരും എന്ന് വരെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത്രയധികം ആളുകളുടെ മനസ്സിലേക്ക് ICU കടന്നിട്ടുണ്ട്. ഇപ്പോൾ 5 lakhs ലൈക്സ് കടന്നിരിക്കുകയാണ്. അങ്ങനെ 10 lakhs 15 lakhs ഞങ്ങളുടെയൊക്കെ പേജിനെക്കാട്ടിലും കൂടുതൽ ലൈക്സ് ICUവിൻ്റെ പേജിൽ ഉണ്ടാവട്ടെ. ഇനിയും ട്രോളുകളുടെ ഭാഗമാവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ നാളെ ട്രോളുകളിൽ ചിലപ്പോൾ ഞാൻ കണ്ടേക്കാം. അതാണ് അവസ്ഥ. എന്തായാലും കൂടുതൽ ആളുകൾക്ക് ക്രിയേറ്റീവ് ആവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് നർമ്മം സമ്മാനിക്കാൻ ICUവിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്റർനാഷണൽ ചളു യൂണിയൻ ഈ ഒരു പേജ് ഇപ്പോൾ 5 lakh വ്യൂസ് 5 lakhs ലൈക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് കൈൻഡ് ഓഫ് എല്ലാവർക്കും സന്തോഷം ഇഷ്ടമാണെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്. എത്ര തന്നെ ചളു അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഡീപ്പ് ഡൗൺ എല്ലാവരും ICU ഫാൻസാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി ചളു പീപ്പിൾ. എൻ്റെ മനസ്സിൽ എപ്പോഴും ചളു അടിക്കുന്നവരോട് ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. ബിക്കോസ് കളങ്കമില്ലാത്ത ആൾക്കാർക്ക് ചളു അടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ചളു അടിക്കുന്നവർക്ക് ഈഗോ ഒരു പ്രശ്നമല്ല. ഭയങ്കര ഈഗോ ഉള്ള ഒരാൾക്ക് ചളു അടിക്കാൻ പറ്റില്ല. സോ എപ്പോഴും ഞാൻ ചളു അടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവരെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കും. ബിക്കോസ് അവർക്ക് അവരുടെ ഈഗോ കളഞ്ഞിട്ടാണെങ്കിലും അവർ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ റെഡിയാണ്. സോ അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഓൾ ദ ചളു പീപ്പിൾ, ഐ ലവ് യു മാൻ. നമസ്കാരം, ഞാൻ ടൊവിനോ തോമസ്. ഇന്റർനാഷണൽ ചളു യൂണിയന് 5 ലക്ഷം ഫോളോവേഴ്സ് ആയതിന് ഞാൻ ആദ്യം അതിൻ്റെ അഡ്മിൻസിന് എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പേജാണ് ICU. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പലപ്പോഴും ഇരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാറുള്ളത് ഒന്നാണ്, ഫേസ്ബുക്കിനകത്തൊക്കെയുള്ള ആളുകൾക്ക് എന്തൊരു ഹ്യൂമർ സെൻസ് ആണ് എന്ന്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ വരുന്ന ട്രോളുകളൊക്കെ കാണുന്നത്. അത് വല്ലവൻ്റെയും നെഞ്ചത്താണെങ്കിൽ മാത്രം. എൻ്റെ നെഞ്ചത്താവുമ്പോൾ ഞാൻ അതങ്ങോട്ട് കാണാത്ത പോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പരമാവധി ഒരു പേഴ്സണൽ ഹറാസ്മെന്റ് ലെവലിലേക്ക് പോകാത്ത രീതിയിൽ ഇത് ICUയുടെ അഡ്മിൻസ് അതിന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതും തീർച്ചയായിട്ടും തുടരേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഈ 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ ഫോളോവേഴ്സ് ആവട്ടെ. ഇതിൻ്റെയൊക്കെ ഭാഗമാകട്ടെ, എനിക്കും പറ്റട്ടെ, എന്നെയും ട്രോളട്ടെ. എല്ലാവർക്കും മതി. ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് വലിയ കാര്യങ്ങളെ ചെറിയ തമാശകളിലാക്കിയിട്ട് പറയുന്ന ട്രോളുകൾ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഭയങ്കര രസമാണ്. ICUവിന് ഇനിയും പുതിയ കാര്യങ്ങൾ പറയാൻ, ഭയങ്കര സരസമായിട്ട് പുതിയ ആശയങ്ങളെ അവതരിപ്പിക്കാൻ ഇനിയും കഴിയട്ടെ, അത് ആളുകളിലേക്ക് എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. നമ്മൾ സിനിമയിൽ ചില സീനുകൾ ചിന്തിക്കുമ്പോൾ, അതായത് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ICUവിൽ ഇത് എങ്ങനെ വരും, അല്ലെങ്കിൽ ഇത് ബാക്ക് ഫയർ ചെയ്യുമോ എന്നൊക്കെ ഒരു ഡിസ്കഷൻ നടക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നല്ലതാണ്. കാര്യം ഒരിക്കലും ഒരു പേഴ്സണൽ
എന്താ പറയുക ഒരു വൈരാഗ്യം തീർക്കാനോ ഒന്നുമല്ലാതെ നിങ്ങളൊരു ടോട്ടൽ സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പുതിയ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്, എൻജോയ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു പരാതി ഉണ്ട്, ഈ അടുത്തിടയ്ക്കൊന്നും നമ്മളൊന്നും അങ്ങനെ ട്രോൾ ചെയ്യുന്നത് കണ്ടുന്നില്ല. ട്രോൾ ചെയ്താൽ നന്നായിരുന്നു, അത്യാവശ്യം ഈ പറയുന്ന പോലെ ഫേമസ് ആക്കാമല്ലോ. 5 ലക്ഷം ലൈക്സ് ഫേസ്ബുക്കിൽ നേടിയ ICU പേജിന് അതിൻ്റെ പിന്നിലുള്ള എല്ലാ അഡ്മിൻസിനും അതിലെ ഓരോ മെമ്പേഴ്സിനും ഈ തലകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് നല്ല ഹെൽത്തി ക്രിറ്റിസിസംസ്, ട്രോളുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇനിയും സംഭാവന ചെയ്യാൻ പറ്റട്ടെ. ആശംസകൾ. ICUവിൽ ഒരു ഫോട്ടോ കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രേമം സിനിമ ചെയ്യുമ്പോൾ ഏതെങ്കിലും എൻ്റെ ഒരു ഡയലോഗ് വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ് പ്രേമം. പ്രേമത്തിൽ ഒരുപാട് സ്നാപ്ഷോട്ട്സ് എടുത്തിട്ട് എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫേമസ് ആക്കിയത് ICU തന്നെയാണ്. അതിലൊരുപാട് നന്ദി. പിന്നെ ഇന്നത്തെ മോഡേൺ ഇതിൽ കാർട്ടൂണുകൾ, ഇപ്പോൾ പഴയ പോലെ കാർട്ടൂണിസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ആരുമില്ല. കാർട്ടൂണുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്ന ഈ സമയത്ത് ICU പോലുള്ളവരാണ് ഇപ്പോൾ കൂടുതലും ചിരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ട്രോളന്മാരാണ് ഇപ്പോൾ ഒരു രസമുള്ളത്. ഫേസ്ബുക്കിൽ കയറുന്നതിൻ്റെ കാരണങ്ങൾ ട്രോളന്മാരെന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. തീർച്ചയായും 5 ലക്ഷം എത്തിക്കഴിഞ്ഞ ഈ ICUവിൻ്റെ ട്രോളർമാർക്ക് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇൻ്റർനാഷണൽ ചളു യൂണിയൻ എന്ന ICUയുടെ ഒരു സ്ഥിരം ഫോളോവറാണ് ഞാനും നമ്മളുടെ എല്ലാ ഫ്രണ്ട്സും, ഫാമിലി, എൻ്റെ മമ്മി, വൈഫ് വരെ. വൈഫ് ജർമ്മനാണ്, എന്നാൽ പോലും പുള്ളിക്കാരിക്ക് ഞാൻ സിനിമകൾ ഈ പോസ്റ്റേഴ്സിൻ്റെ മീനിങ്ങൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഭയങ്കര ശരിയാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നമുക്കൊരു സ്ട്രെസ്ഫുൾ ഷെഡ്യൂളും എല്ലാവർക്കും ബിസി ഷെഡ്യൂളും ദുഃഖങ്ങളും വിഷമങ്ങളും അഗ്രഷനും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് ശരിക്കും നമുക്ക് ചിരിക്കാൻ എന്തെങ്കിലും തരുന്നത്, അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ. ചിലപ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഷെഡ്യൂളിൽ നമ്മൾ ചായ കുടിക്കുന്ന ടൈമിൽ ഈ ICUയുടെ ഒക്കെ പോസ്റ്റേഴ്സ് അങ്ങോട്ടേക്കും ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു കിക്കുണ്ടല്ലോ, ആ ഒരു തമാശ, ആ ഒരു ഈവൻ എൻ്റെ അമ്മ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി ദുഃഖം ഗ്ലൂമിയൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുകയായിരുന്നു എൻ്റെ പെങ്ങളുടെ ഒരു വിയോഗത്തിന് ശേഷം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അമ്മ പൊട്ടിച്ചിരിച്ചത് മമ്മൂക്കയുടെ കസബയുടെ ട്രോൾസ് കണ്ടിട്ടാണ്. മമ്മൂക്കേനെ എടുത്തോണ്ട് പോയിട്ട് പിന്നെ കൊണ്ടുവന്ന് വെക്കണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഷി വാസ് ലാഫിങ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യം, എത്ര ദുഃഖിച്ചിരിക്കും എന്താണെങ്കിലും ഇതെല്ലാം മറക്കാൻ ശരിക്കും ഒന്നും വേണ്ട, ഒരു ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മതി. അപ്പോൾ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് എൻ്റെ പയനിയേഴ്സ് എന്ന് പറയുന്ന മലയാളത്തിൽ ICU കീപ് ഡൂയിങ് ദിസ് ബിക്കോസ് ദിസ് ഇസ് ആക്ച്വലി എ സോഷ്യൽ സർവീസ്. കാരണം ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് സോഷ്യൽ സർവീസ്. അപ്പോൾ ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ മൈൻഡ് സെറ്റുള്ള പൊളിറ്റീഷ്യൻസ് പോലും ആക്ച്വലി അവരെ ഇത് കണ്ട് ചിലപ്പോൾ ചിരിക്കണ്ടാവും, അവരുടെ സ്വന്തം ട്രോളുകളും അതിലൊക്കെ കണ്ടിട്ട് അവർ ചിരിക്കണ്ടാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി ദിസ് ഇസ് മേക്കിംഗ് ദ വേൾഡ് അല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റി അല്ലെ മലയാളി കമ്മ്യൂണിറ്റി എ ബെറ്റർ പ്ലേസ് ടു ലിവ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് താങ്ക് യു വെരി മച്ച് ഫോർ ഡൂയിങ് ദിസ് ആൻഡ് കീപ് ഡൂയിങ് ദിസ് ഫോർ എവർ. താങ്ക് യു. അത് എൻ്റെ സിനിമകളെ കുറിച്ചുള്ള ട്രോളുകളാണെങ്കിലും മറ്റെന്തിനെ കുറിച്ചുള്ള ട്രോളുകളാണെങ്കിലും ഞാനത് ഒരേപോലെ അതിനകത്ത് അത് എൻ്റർടൈൻഡ് ആവുകയും എൻജോയ് ചെയ്യുകയും ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ICUവിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ICUവിനും എൻ്റെ എല്ലാവിധ ആശംസകൾ. നമസ്കാരം. ഇൻ്റർനാഷണൽ ചളു യൂണിയൻ അഥവാ ICU 5 lakhs ലൈക്ക് പിന്നിട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കൺഗ്രാറ്റ്സ്. ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ചുരുക്കം ചില പേജസിലൊന്നാണ് ICU. അതിൻ്റെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് നല്ല ക്വാളിറ്റി തമാശകൾ ഇങ്ങനെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അപ്പോൾ അവരുടെ അഡ്മിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം 100ഓളം ആൾക്കാർ ഈ കണ്ടൻറ്റ് ഫിൽട്ടർ ചെയ്യാനും ഈ കണ്ടൻറ്റ് സപ്ലൈ ചെയ്യാൻ ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരൊക്കെ വോളണ്ടിയേഴ്സായിട്ട് വരുന്നുണ്ട്. ഒരു റവന്യൂ പോലും ഇല്ലാതെ തന്നെ. അപ്പോൾ നല്ലൊരു സോഷ്യൽ സർവീസാണ് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. ദർ ഇസ് എ ലിറ്റിൽ ട്രൂത്ത് ബിഹൈൻഡ് എവറി ജസ്റ്റ് കിഡിങ് എന്ന് പറയുന്ന പോലെ ICUവിൻ്റെ തമാശകളൊന്നും വെറും വളിപ്പുകളല്ല, കൃത്യമായിട്ടുള്ള ആക്ഷേപഹാസ്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് കൂടിയാണ് അവരുടെ ഒരു ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു പലപ്പോഴും പബ്ലിക് സദസ്സുകളിലൊക്കെയും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പേ എല്ലാവരും ഇപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ട്രോളുകൾ കാരണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. സോ ഔചിത്യപരമായി അത് യൂസ് ചെയ്യാൻ സാധിക്കട്ടെ, കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.
സാക്കളെ ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസ് ചളിയാക്കി ചിരിപ്പിച്ചതിനും പിന്നെയും ചിരിപ്പിച്ചതിനും കേരള ഫയർഫോഴ്സിനും ICUവിലെ എല്ലാ ചളിയന്മാർക്കും എൻ്റെ വകയും മണവാളൻ സൺസിൻ്റെ വകയും പിന്നെ എൻ്റെ വ്യക്തിപരമായ വകയും ഞാൻ നന്ദി രേഖപ്പെടുന്നു. എൻ്റെ പൗരബോധമല്ലേ ഇതല്ല. ഹലോ, ICU അതിൻ്റെ പ്രചാരത്തിൻ്റെ കാര്യത്തിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ടു എന്നറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു പോപ്പുലർ കൾച്ചർ വിശകലനം ചെയ്യപ്പെടുന്ന സമയത്ത്, ന്യൂ മീഡിയയ്ക്ക് ശേഷമുള്ള കേരളത്തിൻ്റെ പോപ്പുലർ കൾച്ചർ വിശകലനം ചെയ്യപ്പെടുന്ന സമയത്ത് ICUവിന് അതിന് വളരെ നിർണായകമായ ഒരു സ്ഥാനം തന്നെ ഉണ്ട്. സിനിമയുടെ തന്നെ ഒരു ശക്തിയുടെ ഒരു വലിയ ലക്ഷണം കൂടിയായിട്ടാണ് ICUവിനെ പോലുള്ള ഗ്രൂപ്പുകളും ട്രോളുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ICUവിൻ്റെ എല്ലാ ചളിയന്മാർക്കും. ഇന്റർനാഷണൽ ചളു യൂണിയനിലെ എല്ലാ നല്ലവരായ ചളിയന്മാർക്കും ചളിയത്തിമാർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ICU പേജിൻ്റെ ലൈക്കുകളുടെ എണ്ണം 5 ലക്ഷം എത്തി നിൽക്കുകയാണ്. പക്ഷേ 5 ലക്ഷം എന്നുള്ളത് വെറും ഒരു നമ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ആയിട്ട് മലയാളി പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരുവിധം ICU പേജുകളും ICU ട്രോളുകളെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ട്രോളുകളും പോസ്റ്റുകളും ഇനിയും ICUവിൽ ഉണ്ടാവട്ടെ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാ ലോക്കൽ പൊളിറ്റീഷ്യൻസിനും ലോക്കൽ സിനിമാക്കാരെയും ഉൾപ്പെടെ അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും മാർപ്പാപ്പയും വരെ ട്രോൾ ചെയ്ത് ലോകമാധ്യമങ്ങളായ BBC പോലുള്ള മാധ്യമങ്ങളിൽ വരെ ഇടം പിടിച്ച ICUവിൻ്റെ ഖ്യാതി ഇനിയും ലോകമറിയട്ടെ. മലയാളികളുടെ ഹ്യൂമർ സെൻസ് ലോകമറിയട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല ട്രോളുകളും പോസ്റ്റുകളും തമാശകളുമായി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യട്ടെ ICUവിലെ പോസ്റ്റുകൾ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.